ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ പ്ലാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു വീഡിയോ ഒന്നല്ല. ഞാൻ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് കുളിച്ച് കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് മാറിയപ്പോഴാണ് അയ്യോ ഞാൻ ഇട്ടിരിക്കുന്നത് പുതിയതാണല്ലോ, അതും ഈ സമ്മറിന് ഈ ഒടുക്കത്തെ ചൂടിന് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ക്ലോത്ത് ആണല്ലോ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ, അതായത് നമ്മുടെ ഈ പലാസോനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫോണെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു. ഈ പുതിയതായതുകൊണ്ടാണ് ഈ ആട്ടമൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന പലാസോ നിങ്ങൾ കണ്ടോ? ഇത് ഞാൻ നമുക്ക് ഡെയിലി വെയർ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ ഓൺലൈനായിട്ട് അങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്യുന്ന ആളൊന്നല്ല കേട്ടോ. എനിക്ക് പലാസോ, അതായത് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള പലാസോ അങ്ങനത്തെ ചെറിയ വക സാധനങ്ങൾ മാത്രമേ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിന് മുന്നേ ഞാൻ 1-2 പ്രാവശ്യം ഇതുപോലെ പലാസോ വാങ്ങിച്ചിട്ടുണ്ട്, ബ്ലാക്കും വൈറ്റൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല മെറ്റീരിയൽ ആയിരുന്നു. വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇതുവരേക്കും ഒരു കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ ചൂട് കാലമൊക്കെ ആയ കാരണം കൊണ്ട് നിങ്ങൾക്കും ഈ ഒരു സാധനം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആണ്, കാരണം ഇത് നല്ല ബ്രീത്തബിൾ ആണ് കേട്ടോ. നമ്മൾ അങ്ങനെ മീഷോനെ ഞാൻ കുറ്റം പറയല, എന്നാൽ പോലും നമ്മൾ സംടൈംസ് മീഷോ എന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരുപാട് പ്രോബ്ലംസ് വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പം ഞാൻ ആമസോണിൽ നിന്നാണ് ഇതുവരെയ്ക്കും പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. വേറെ മീഷോയിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. ഈ വക മെറ്റീരിയൽസ് ഇട്ട്, അതായത് തുണി ഐറ്റംസ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമുള്ളൊരു സാധനമാണല്ലോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതെ, ഇത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഞാൻ എൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് കാണിച്ചു തരാം. ദേ, അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ പലാസോ. ഇതൊരു റാണി പിങ്ക് കളറാണ്, നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ. ഇലാസ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ ഈ അരഭാഗം വരുന്നത്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനൊക്കെ ആയിട്ട്, നമുക്കിവിടെ ടൈ ചെയ്ത് കെട്ടാനായിട്ട് രണ്ടിങ്ങനെ ഒരു വള്ളി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ലൂസ് ഉണ്ടെങ്കിൽ ടൈറ്റ് ചെയ്ത് കെട്ടാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. ഞാനിത് ലാർജ് സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള, നല്ല കണ്ടോ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പലാസോ ആണ്. റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ചൂടെടുക്കില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും നേരം വെയർ ചെയ്തിട്ടാണല്ലോ നിന്നിരുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ചൂടെടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നേ ഇല്ല. പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള, നല്ല സുഖമുള്ള ഡ്രസ്സുകൾ ഇടാനായിരിക്കില്ല നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ സ്റ്റിച്ചിങ്, ഇതിൻ്റെ സ്റ്റിച്ചിങ് പറയുകയാണെങ്കിൽ നല്ല പക്കാണ് സ്റ്റിച്ചിങ്, അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉടായ്പ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും അല്ല, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കണ്ടോ, പാൻസ് ഇങ്ങനെ ഒറ്റയ്ക്ക് അല്ല, ഇങ്ങനെ കട്ടിങ് ഒക്കെ വന്നിട്ടാണ് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ സീ ത്രൂ അല്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അങ്ങനെ സീ ത്രൂ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിഴലടിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള ഡ്രസ്സ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ പാൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കും. അത് ആ ഒരു കാര്യം കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും പലാസോ വാങ്ങിക്കാറുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അടിപൊളിയാണ് എന്നുള്ളത് കേട്ടോ. ഒരിക്കലും ഇത് കാണില്ല. പിന്നെ മെഷീൻ വാഷബിൾ ആണ്, അല്ലാണ്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കളറൊന്നും ഇളകുന്ന ഒരു മെറ്റീരിയൽ അല്ല, റയോൺ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ചെറുതായിട്ട് ഷ്രിങ്ക് ആയെങ്കിൽ തന്നെ ചാൻസസ് ഇല്ല. ഞാൻ മുന്നേ വാങ്ങിച്ചതിനൊന്നും അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇതിപ്പോൾ എൻ്റെ ഹൈറ്റ് വരുന്നത് 5'3" കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, എനിക്ക് ഇതിൻ്റെ കറക്റ്റ് താഴെ വരെ, എൻ്റെ ഫൂട്ട് വരെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അഥവാ ഷ്രിങ്ക് ആയാലും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കുറഞ്ഞാലും നമുക്കത് കറക്റ്റ് ആയിരിക്കും ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇത് എന്താണെങ്കിലും വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ, എനിക്ക് ഇത് സെയിം നീളമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് മടക്കി അടിക്കും, ഒരു 1/2 ഇഞ്ച് മടക്കി അടിക്കും, അത്രയും ഞാൻ ചെയ്യുള്ളൂ. അല്ലാണ്ട് കട്ട് ചെയ്ത് കളയേണ്ട കാര്യം ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, ഇത്രയും വരുന്നുണ്ട് വീതി കണ്ടോ, നല്ലതായിട്ട് ലൂസായിട്ട് കിടക്കും. നിങ്ങൾക്ക് ഇത് വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞോളൂ. വീട്ടിലിടാൻ മാത്രമല്ല, നിങ്ങൾക്ക് പുറമെ പോകുമ്പോഴാണെങ്കിലും കാഷ്വൽ വെയേഴ്സിന്റെ കൂടെ ഇടാനാണെങ്കിലും
ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. അല്ലാണ്ട് വീട്ടിലിടാനായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ക്വാളിറ്റി ഒക്കെ കുറഞ്ഞ തുണികളൊക്കെ നമ്മൾ എടുക്കൂല, അങ്ങനെയല്ല. ഇത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസും ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിച്ചാലും നഷ്ടമില്ല കേട്ടോ. ചില മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ചിട്ട് 1-2 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നി പോവും, അല്ല അതിൻ്റെ സ്റ്റിച്ച് വിടും, ചിലപ്പോൾ കളർ പോവും, ഒരുപാട് സ്ട്രിങ്കായി പോവും, ഒരുപാട് ചുരി, അങ്ങനെ മെറ്റീരിയലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെ ഒരു പ്രശ്നം ഇതിന് വരില്ല കേട്ടോ. ഞാനിത് ഓൾറെഡി വാങ്ങിച്ച കാരണം കൊണ്ടാണ് ഈ ഒരു ഉറപ്പിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി അടുത്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം. ഈ 2 കളറാണ്. കളറ് നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ, നല്ല ബ്രൈറ്റ് കളറാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു കണിക്കൊന്നേരൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ലേ, ആ ഒരു കളറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു റാണി പിങ്ക് എന്ന് പറയുന്നത് നമുക്ക് കുറേ ഡ്രസ്സിൻ്റെ കൂടെ പോകും. വീട്ടിലൊക്കെ ഇടുന്ന എൻ്റെ കയ്യിലുള്ള കുറേ ടോപ്പുകളുടെ കൂടെ പോകുന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പിന്നെ ഒരു ബ്ലാക്കും വൈറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടി ഇടാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ആമസോൺ ആണ് കേട്ടോ. ഞാൻ വെയിലത്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് നിഴലടിക്കുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സ്റ്റിച്ചിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇത് ഇത്രയും അടുത്തേക്ക് പിടിച്ചോണ്ടാണ്, നല്ല ബ്രൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് ഓടാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടല്ലോ, നല്ല മെറ്റീരിയലാണ് കേട്ടോ, വാങ്ങിച്ചോട്ടോ. അപ്പോൾ ഞാനിവിടെ അടുക്കളയിൽ കുക്കിംഗ് പരിപാടിയിലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് അങ്ങോട്ടേക്ക് വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊക്കെ കണ്ടാലോ. ക്യാബേജ് തോരനുണ്ട്, അത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, ഇതെല്ലാം വേവിച്ചിന് കടുക് കാച്ചേ വേണ്ടു. അതുപോലെ നല്ല ചെറിയ മീനില്ലേ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ചെറിയ മീൻ, ഇവിടെ ചെറിയ മീൻ എന്നാണ് അതിൻ്റെ പേര്. വെളൂരി ആണോയെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്, കാരണം നല്ല വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അധികം നീളമൊന്നും ഉണ്ടായിരിക്കുന്നില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും വറുത്താലും നമ്മൾ കറി വെച്ചാലും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മീൻ വറുക്കുന്നതൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതെങ്ങാനും കരിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ കഥ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി 1-2 പ്രോഡക്റ്റ് ഉണ്ട്, അപ്പോൾ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇനി ഓഫീസ് വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഫോർമൽ ഡ്രസ്സിൻ്റെ കൂടെയും കാഷ്വൽ ആയിട്ടും ഒക്കെ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡ് വെയറും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഫുഡ് വെയർ. ഈ ഒരു ഷൂസ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതും ആമസോണിൽ നിന്ന് ഇപ്പം ഓർഡർ ചെയ്തത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഷൂസ് പോലെയല്ല. ഇതിൻ്റെ ഈ ടോസിന്റെ ഭാഗം ഉണ്ടാവില്ലേ, നമ്മുടെ കാലുമത്തെ വിരലിന്റെ ഭാഗം ഉണ്ടാവില്ലേ, അതിങ്ങനെ സ്ക്വയർ ആണ് വരുന്നത് കേട്ടോ. സാധാരണ ഇങ്ങനെ കൂർത്തിട്ടായിരിക്കുമല്ലോ ഷൂസിന്റെ ഫ്രണ്ട് ഭാഗം നിൽക്കുന്നത്. ഇത് പക്ഷെ അങ്ങനെയല്ല, ഒരു സ്ക്വയർ ടൈപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ കാലുമേ ഇടുമ്പോൾ നമ്മൾ നോർമൽ ഷൂസ് ഇടുന്ന ഒരു ചായയല്ല വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാലുമേ ഇട്ട് കാണുമ്പോഴത്തേക്കും. പിന്നെ ഇതിന് ഹീൽസ് ഉണ്ട്. ഹീൽസ് ഇപ്പോൾ ഒരു വിരലെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യത്തെ 2 വരെ ഉണ്ടാവില്ല, ഒരു 2 ഇഞ്ച് എന്നുള്ള രീതിക്കുള്ള ഹീൽസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീൽസ് ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. നല്ല റേറ്റിംഗ് കാണുന്നുണ്ട്. 4 കണ്ടാണ് ഇതിൻ്റെ റേറ്റിംഗ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഹീൽസ് ആയ കാരണം കൊണ്ട് വാങ്ങണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടില്ല കേട്ടോ. പിന്നെ അവസാനം ഞാനൊന്ന് വാങ്ങിച്ചു. ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടി ഹൈറ്റ് വെച്ച പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു ഹൈറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഹീൽസിന്റെ പുറത്ത് കയറി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല ഓപ്ഷനാണ്. ഒരുപാട് ഹീലെന്നൊന്നും പറയാല്ല. പിന്നെ പോയിന്റഡ് ആയിട്ടുള്ള ഹീൽസ് ഒന്നല്ല, ഇതിങ്ങനെ സ്ക്വയർ തന്നെയാണ് ഇതിന്റെ അടിവശവും വരുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വീഴും, സ്ലിപ്പാവും, അങ്ങനെയുള്ള ചാൻസ് കുറവാണ് കേട്ടോ. വീഴാനൊന്നും പോണില്ല, നമുക്ക് ഇങ്ങനെ ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ള ഷൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കൊടുന്ന് കാണിച്ചു തരാം. ഞാനിത് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത് കേട്ടോ. പക്ഷെ അടിപൊളി ഷൂസാണ്. ഇതിൻ്റെ 3-4 കളർ അവൈലബിൾ ആണ് കേട്ടോ.
ഒരു മെറൂൺ, ബ്ലാക്ക്, പിന്നെ ഒരു സ്കിൻ കളറ്, പിന്നെ ഇതുപോലെ ഒരു ഓഫ് വൈറ്റ്. ഇതൊരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ചന്ദന കളർ, ഓഫ് വൈറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാ ഡ്രസ്സിൻ്റെ കൂടെ പോയിക്കോളും. വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യും. ഈ ഒരു ഒറ്റ കളർ മാത്രമല്ല ആമസോണിലുള്ളത്, ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, ഇതൊരു ഓഫ് വൈറ്റ് ആണ്, പിന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, മെറൂൺ കളർ ഉണ്ടായിരുന്നു, ബ്ലാക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പല കളറിൽ നിങ്ങളുടെ ചോയ്സ് ആണല്ലോ. ഞാൻ പിന്നെ എനിക്ക് ഈ ഒരു കളറിനോട് താല്പര്യമുള്ള കാരണം കൊണ്ട് എൻ്റെ കയ്യിൽ ഈ കളറിലുള്ള ചെപ്പൽ, അതായത് ഷൂസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാനിത് ഓപ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഫോർമൽ വെയർ ആണെങ്കിലും കാഷ്വൽ വെയർ ആണെങ്കിലും രണ്ടിൻ്റെ കൂടിയും യോജിച്ച് പോവും എന്നും തോന്നി കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് 4 മണിക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരെയും കൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആണ് കത്തി റോള്. അപ്പോൾ കത്തി റോള് പല ടൈപ്പിൽ കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളാം. ഈ പറാത്തയൊക്കെ വെച്ചിട്ടുള്ള ഒരു റോളാണ് കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം 2 പേർക്കും വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും തനുക്കുട്ടീനെ ഒന്ന് പറ്റിക്കണമെന്ന് തോന്നി കേട്ടോ. തനുക്കുട്ടീനെ മാത്രമല്ല പിക്കുമോനെയും 2 പേരോടും ഞങ്ങളിതാ മീനിനെ വന്ന് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞു അതാ ആ മീന് പ്രസവിക്കാൻ പോവാണെന്ന് കേട്ടോ. അപ്പോൾ 2 പേർക്ക് അറിഞ്ഞുകൂടാ. അത് കേട്ട വശം തനുക്കുട്ടിക്കാണല്ലോ ഈ മീനിനോടും മൃഗങ്ങളോടൊക്കെ ഇഷ്ടമുള്ളത്. കേട്ട വശം അവൾ വന്ന് പിന്നെ അവിടെ കാവലിരിപ്പായിരുന്നു. ഇപ്പോൾ പ്രസവിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. സത്യത്തിൽ ആ മീനൊന്ന് അപ്പിട്ടതായിരുന്നു. ഞങ്ങൾ തനുക്കുട്ടീനെ പറ്റിച്ചതാണ് കേട്ടോ. അതാ ബേബി വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അവൾക്കാണെങ്കിൽ ബേബീനെ കാണാണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും കുഞ്ഞു ബേബീസ് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിക്കുമോന് കാര്യം വേഗം മനസ്സിലായി. അവൻ പറഞ്ഞു മീനെ പ്രസവിക്കുമെന്നല്ല, അതിൻ്റെ എഗ്സ് വരും, അതിൽ നിന്ന് ബേബീസ് ഉണ്ടാവുക എന്ന്. അപ്പോൾ അതാ പിക്കുമോന് ഫൈനലി ഇതാ ഒരു ഷൂസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ മിന്ത്രയെന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പ്യൂമയുടെ ഷൂ ആണ്. അപ്പോൾ ഇവൻ്റെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് 12 ഇയേഴ്സിൻ്റെ പാകമാവത്തൂല, എന്നാൽ 10 ഇയേഴ്സിൻ്റെ ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സൈസ് കിട്ടുക എന്നുള്ളത് പല കടകളിലും കയറി ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഫീനിക്സിലൊക്കെ പോയിട്ട് ഒരുപാട് സമയം ഇതിനു വേണ്ടി മാത്രം തപ്പിത്തെരഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫൈനലി ഇതേ അവന് പ്യൂമയുടെ ഷൂസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവന് വെറുതെ ഇടാൻ ഒരു ഷൂ കൂടി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ഇരിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അവന് ഫസ്റ്റ് ക്രൈന്ന് കുറച്ച് ഡ്രസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തനുക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ കാണിച്ച് കണ്ടപ്പോഴത്തേക്ക് അവനൊരാഗ്രഹം അവൻ്റെ ഉടുപ്പും എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് എന്ന് കരുതി ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവൻ ഈ ഫോണിലൊന്നും നോക്കില്ല കേട്ടോ. അവൻ അവിടെ സിനിമ വെച്ചിട്ടുണ്ട്, അതിലേക്കായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ഇത് ഫസ്റ്റ് ക്രൈന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ടീഷർട്ടുകളാണ്. അപ്പോൾ അതും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള, നല്ല മെറ്റീരിയലായിട്ടുള്ള, കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള, കളറൊന്നും ഇളകി പോകാത്ത, ഷ്രിങ്ക് ആവാത്ത ടൈപ്പിലുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഫസ്റ്റ് ക്രൈയിലുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കളേഴ്സ് ആയിരുന്നു കേട്ടോ. മഞ്ഞ, ഓറഞ്ച്, വൈറ്റ്, പിന്നെ റെഡ്, ബ്ലാക്ക്, ബ്ലൂ, അങ്ങനെ 4-5 എണ്ണം മറ്റും ഉണ്ടായിരുന്നു കേട്ടോ ആ പാക്കേജിൽ. അപ്പോൾ എല്ലാം ഇട്ട് നോക്കും നമ്മൾ. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു പിക്കുവിന്. പിന്നെ ഫസ്റ്റ് ക്രൈൻ്റെ ആപ്പിൽ ഫസ്റ്റ് ക്രൈയിൽ ഇപ്പം സമ്മർ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ഓഫും കൂടിയും ഈ ഒരു ടീഷർട്ട് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഓഫർ കഴിയും മുന്നേ കാണുവാണെങ്കിൽ നിങ്ങൾക്കും കൂടി ഓർഡർ ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ തീർന്നപ്പോഴത്തേക്കും തനുക്കുട്ടി ഇതേ മേലെല്ലാം കഴുകി വന്നിട്ടുണ്ടായിരുന്നു. അവൾ തന്നെ കുളിക്കുകയും ഫുഡൊക്കെ കഴിക്കുകയും അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെ ചെയ്തോളും കേട്ടോ. അപ്പോൾ ഞങ്ങളും പിന്നെ ഡിന്നറെല്ലാം കഴിച്ചു, ഡ്രസ്സൊക്കെ മാറി എല്ലാവരും ഇതേ കിടക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാത്രി ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് നേരം TV കാണും, അങ്ങനെയൊക്കെ ഇരിക്കും. അവർ ഉറങ്ങാൻ പോവും. അവർ 9:30 ഒക്കെ ആകുമ്പോൾ പോയി കിടന്നുറങ്ങും കേട്ടോ. പിന്നെ ശരത്തേണ്ണി ഇതുപോലെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു 10-10:30 വരെയൊക്കെ TVയും വെച്ച് എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ എങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.